ആദർശ് നയനയോട് ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ദേവേനി കേൾക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ ദേവേനിക്ക് ഉറപ്പ് വരാണ്ടോ നയനെ തന്നെയാണ് തനിക്ക് കരൾ തന്നത് എന്ന്. അതിനുശേഷം ആദർശും ജയനും സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ മാറി നിന്ന് ദേവേനി കേൾക്കുന്നുണ്ടായിരിക്കും. ജയൻ ആദർശിനോട് ചോദിക്കുന്നുണ്ട്, എന്തായി, നീ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയോ? കരൾ തന്ന പെൺകുട്ടി അന്വേഷിച്ച് അമ്മയോട് ഇവിടെ നിന്ന് പോവരുതെന്ന് നീ അമ്മയോട് പറയണം. അമ്മ എങ്ങാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും മറുപടി കൊടുക്കാൻ എനിക്കില്ല. അതുകൊണ്ടാ മോനെ ഞാൻ പറയുന്നത് എന്ന് പറയുന്ന സമയത്തിന് ആദർശ് പറയുന്നത്, അച്ഛ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അമ്മയ്ക്ക് എന്തോ സംശയങ്ങളൊക്കെയുണ്ട്. അമ്മ പല രീതിയിലും എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഒട്ടും പിടികൊടുക്കാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ അമ്മയോട് മറുപടിയൊക്കെ പറഞ്ഞത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ആദർശ് പറയുന്ന സമയത്തിന് ദേവേനി ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. ജയൻ പറയുന്നത്, ഏതായാലും ആ സത്യം ഒരുപാട് കാലമൊന്നും മൂടി വെക്കാനൊന്നും നമ്മക്കൊണ്ട് കഴിയില്ലല്ലോ ആദർശേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ സത്യം ദേവേനെ അറിയിക്കണമെന്നൊക്കെ പറയാണ് ജയൻ. ഇവരുടെ സംസാരമെല്ലാം കേൾക്കുന്ന സമയത്തിന് ദേവേനിക്ക് കാര്യം മനസ്സിലാവും. നയനെ തന്നെയായിരിക്കും തനിക്ക് കരൾ തന്ന് സഹായിച്ചത് എന്ന്. എന്നിട്ട് ആകെ കൂടെ ഭയങ്കര വിഷമത്തിലായിരിക്കട്ടെ ദേവയാനി. ദേവേനി വളരെയധികം വിഷമത്തോടെ ഇരിക്കുന്ന സമയത്തിന് ജാനകി വന്ന് ചോദിക്കുന്നത്, എന്ത് പറ്റി ഏട്ടത്തി? എഴുതി എന്തെങ്കിലും ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നത്? ഏട്ടത്തിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവേനി പറഞ്ഞിട്ട്, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ആ ഒരു പെൺകുട്ടിയെക്കുറിച്ചാ. എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ കണ്ടുപിടിക്കണം. ആ കുട്ടിയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലാണ്. ഇത് കേട്ട് ജാനകി പറഞ്ഞത്, അതേ ഏട്ടത്തി പറയുന്നത് പോലെ തന്നെ ആ പെൺകുട്ടിയെ കാണാൻ ഞങ്ങൾക്കും വലിയ ആഗ്രഹമുണ്ട് എന്ന് കരുതി ആരും തന്നെ ആ കുട്ടീനെക്കുറിച്ച് ഒന്നും തന്നെ നമ്മളോട് മാത്രം പറയുന്നില്ലല്ലോ. യാതൊരു ഡീറ്റെയിൽസും അറിയാതെ എങ്ങനെ ഏട്ടത്തി നമുക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവേനി പറയുന്നത്, അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തും ജാനകി. അവരെനിക്കൊന്നും തന്നെ പറഞ്ഞു തരുന്നില്ലെങ്കിലും എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ ഡീറ്റെയിൽസൊക്കെ തപ്പിയെടുത്തുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, ഏട്ടത്തി ഞാനിപ്പോൾ വന്നത് അനാമികയുടെ കാര്യം സൂചിപ്പിക്കാനാ. അനിയുടെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞു അനാമിക മോളെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ. എന്നാൽ അനി പിടിവാശിയിലാണ്. ഒരിക്കലും അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരില്ല എന്ന് തന്നെയാണ് അനി പറയുന്നത്. ഏട്ടത്തി പറഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ കേൾക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഏട്ടത്തിയോട് ഇത് പറയാനായിട്ട് വന്നത് എന്ന് പറയും. അനാമിക മോൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് അത് വല്ലാത്ത സങ്കടമല്ലേ? അവൾ ഇവിടെയല്ലേ നിൽക്കേണ്ടത് ഏട്ടത്തി? അനിയുടെ ഭാര്യയല്ലേ അവൾ? അല്ലെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട്. ഈ സമയത്ത് അനാമിക മോൾ ഇവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള അകലം കൂടുകയല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ജാനകി നീ പറയുന്നതൊക്കെ ശരിയാ എന്ന് വിചാരിച്ച് അവർ കുട്ടികളൊന്നുമല്ലല്ലോ. നമ്മൾ പറയുന്നതിനും ഒരു പരിധിയില്ലേ? അനിയുടെ അടുത്ത് പല തവണയായി ഞാനും ആദർശമൊക്കെ പറയുന്നു. അവനാണെങ്കിൽ ഭയങ്കര വാശിയിലാണ്. അവൻ ഒരിക്കലും അവളെ പോയി വിളിക്കുന്നില്ല എന്നാ പറയുന്നത്. അനാമികക്കാണെങ്കിൽ കുറച്ച് വാശി കൂടുതലാ. ആ കുട്ടിയോട് അതൊന്ന് കുറക്കാൻ പറയണം. അനാമിക മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നാലും അവളുടെ ചില സ്വഭാവത്തിൽ മാറ്റം വരുത്തിയാൽ അനിമോൻ താനെ അവളെ സ്നേഹിച്ചോളും. അപ്പോൾ ജാനകി ചോദിക്കുന്നത്, എന്താ ഏട്ടത്തി ഇത്? എല്ലാം അറിയാവുന്ന ഏട്ടത്തി പോലും അവളെ കുറ്റപ്പെടുത്തുകയാണെന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവേനി പറഞ്ഞിട്ട്, ഇല്ല ജാനകി, ഞാൻ ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. അനാമികയുടെ ചില സ്വഭാവം എനിക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയും. അപ്പോൾ ജാനകി ചോദിക്കുന്നത്, അവൾ കുഞ്ഞല്ലേ ഏട്ടത്തി? അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ആരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. അനിക്കാണെങ്കിൽ ആ നന്ദുവിനോട് കുറച്ച് സ്നേഹക്കൂടുതലൊക്കെ ഉണ്ടല്ലോ. ഏതൊരു ഭാര്യയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അവിടെ പ്രതികരിക്കുള്ളൂ. അനാമിക മോൾക്ക് ഏതായാലും അതാണ് ഏറ്റവും വലിയ സങ്കടം. അനിക്കും അനിയുടെ അച്ഛനും ആദർശിൻ്റെ അച്ഛനൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ആ നയനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്നാണ്. എപ്പോഴും അവരുടെയൊക്കെ സംസാരം ആ നയനെക്കുറിച്ച് തന്നെയാണ്. എഴുതി ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഇങ്ങോട്ടേക്ക് പറന്നെത്തുമെന്നൊക്കെ പറയട്ടെ ജാനകി. അപ്പോൾ ദേവേനി പറഞ്ഞിട്ട്, ജാനകി എൻ്റെ മനസ്സിലിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ലിവർ തന്ന പെൺകുട്ടി ആരാണെങ്കിലും ഉടനെ തന്നെ അവളെ കണ്ടെത്തണം. അതുമാത്രമേ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളൂ. നയനയുടെ കാര്യമൊന്നും ഞാനിപ്പോൾ ആലോചിക്കുന്നു പോലുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്തണം. അപ്പോൾ ജാനകി പറഞ്ഞിട്ട്, ഏട്ടത്തി ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ കണ്ടുപിടിക്കാം. ദേവേനാണെങ്കിൽ ഏത് സമയം നോക്കിയാലും വീണ്ടും ആ ഒരു കരൾ തന്ന പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ ഓരോ സാഹചര്യം തെളിവ് വെച്ച് നയന തന്നെയാണ് എന്നിങ്ങനെ ഉറപ്പിക്കാട്ടെ ദേവയാനി. വീട്ടിലുള്ള ആൾക്കാരിങ്ങനെ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടതിന് ഏകദേശം നയന തന്നെയാണ് തനിക്ക് കരൾ തന്നത് എന്നൊക്കെ ദേവേനി ഉറപ്പിക്കും. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം തന്നെ രാവിലെ ദേവേനി അമ്പലത്തിലേക്ക് പോയിട്ട് ദൈവത്തോട് ഇങ്ങനെ മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശ്വര, എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ആ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കണം. എൻ്റെ സംശയം പോലെ എൻ്റെ മരുമകൾ തന്നെയായിരിക്കോ എനിക്ക് കരൾ തന്നത്? എന്താണെങ്കിലും ആ മറയില്ലാന്നേക്ക് സത്യം പുറത്തു വരണമെന്നൊക്കെ ദേവേനി പ്രാർത്ഥിക്കുകയാണ്. ദേവേനി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തിരുമേനി വന്നിട്ട് ഇങ്ങനെ ദേവേനോട് സംസാരിക്കുന്നുണ്ട്. ദേവേനിക്ക് ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പൂജ കഴിപ്പിക്കുന്നുണ്ട്. ഇന്നലെ മൂർത്തി സാറും ഭാര്യയും വന്നിരുന്നു. നയനമോളുടെ പേരിലും ദേവേൻ്റെ പേരിലും ഒരുപോലെ വഴിപാടൊക്കെ കഴിച്ചു. രണ്ടുപേർക്കും പെട്ടെന്ന് തന്നെ സുഖപ്പെടണേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അപ്പോഴേക്കും രണ്ടുപേർക്കും എന്നിങ്ങനെ ദേവേനി ചോദിക്കുന്ന സമയത്തിൻ്റെ പൂജാരി പറഞ്ഞിട്ട്, ആ നയനക്കും എന്തോ ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും രണ്ടുപേർക്കും ഒരുപോലെ തന്നെ വഴിപാടൊക്കെ കഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മൃത്യുഞ്ജയ ഹോമം എന്നൊക്കെ ഇങ്ങനെ ദേവേനോട് തിരുമേനി പറയാണ്. എന്നാൽ ഇത് കേട്ട് വീർപ്പ് പൊട്ടി ദേവേനി നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കായിരിക്കും. അവിടെ ചെന്ന് വീണ്ടും ഡോക്ടറോട് സംസാരിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ദേവേനി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ദേവയാനി ഹോസ്പിറ്റലിലേക്ക് എത്തിയതിനു ശേഷം അവിടെയുള്ള ആ ഒരു ലേഡി ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഡോക്ടർ, എനിക്കൊരു സംശയമുണ്ട്.
ആ ഒരു വലിയ സംശയം തീർക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താ ദേവേനി, തനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, എന്താ ദേവേൻ്റെ സംശയമെന്ന് ചോദിക്കും. അപ്പോഴേക്കും എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ദേവേനി ഫോൺ എടുത്തിട്ട് ആ ഒരു മരുന്നിൻ്റെ ലിസ്റ്റ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ചോദിക്കുന്നു, ഡോക്ടർ ഈ മരുന്നൊക്കെ കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നത്, ഇതിൽ എഴുതിയേക്കുന്ന മരുന്നിൽ മിക്കവാറും മരുന്നെല്ലാം തന്നെ ദേവേനിയും കഴിക്കുന്നതാണല്ലോ. ഇതൊക്കെ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കഴിക്കുന്ന മരുന്നാണ്. ഇത് കഴിക്കുന്നത് ഒന്നില്ലെങ്കിൽ ലിവർ ഡൊണേറ്റ് ചെയ്ത ആൾ, അല്ലെങ്കിൽ ലിവർ സ്വീകരിച്ച ആൾ, അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ മെഡിസിൻ എഴുതാറുണ്ട് എന്ന് പറയാട്ടോ. അല്ല ദേവേനി, എന്താ ഇത് ചോദിക്കാൻ കാരണമെന്ന് ചോദിക്കുന്ന സമയത്തിന് ദേവേനി പറയുന്നുണ്ട്, അല്ല ഡോക്ടർ, ഇത് ഇവിടെ നിന്ന് നയനക്ക് വേണ്ടിയിട്ട് ഡോക്ടർ എഴുതിയ മരുന്നിൻ്റെ ലിസ്റ്റാണെന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് വന്നത്. ഡോക്ടർ, ഇനിയെങ്കിലും എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. എനിക്ക് ലിവർ തന്നത് ആരാണ്? ഇനിയെങ്കിലും എനിക്ക് ആ സത്യം അറിയണം. എല്ലാവരും പറഞ്ഞു നയന എന്ന പേരുള്ള പെൺകുട്ടിയാണ് എനിക്ക് ലിവർ തന്നതെന്ന്. ഏകദേശം നയനയുടെ പ്രായം തന്നെയാണ് ആ പെൺകുട്ടിക്കുമെന്നും പറഞ്ഞു. എല്ലാം കൂടെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ എൻ്റെ മരുമകൾ നയന തന്നെയാണോന്നാ എനിക്ക് സംശയം. പറ ഡോക്ടർ, നയനയാണോ എനിക്ക് ലിവർ തന്നത് എന്നിങ്ങനെ ചോദിക്കാട്ടോ ദേവയാനി. എന്നാൽ ദേവേനയുടെ ഈ ഒരു ചോദ്യം കേൾക്കുന്ന സമയത്തിന് ഡോക്ടർ ഒന്നും ഞെട്ടുന്നുണ്ട്. അപ്പോൾ വീണ്ടും ദേവേനി ചോദിക്കുന്നുണ്ട്, പറ ഡോക്ടറെ. എല്ലാം കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് നയന തന്നെയാണ് എനിക്ക് ലിവർ തന്നത് എന്നാണ്. ഇത്ര കാലം ഞാൻ വെറുത്തിരുന്ന എൻ്റെ മരുമകളാണോ എനിക്ക് ലിവർ തന്നത്? എന്നാൽ വീണ്ടും വീണ്ടും ദേവേനി ഇങ്ങനെ നിർബന്ധിച്ച് ചോദിക്കുന്ന സമയത്തിന് ഡോക്ടർ പറയുന്നത്, ദേവേനി ഇത് കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊന്നും എനിക്കറിയില്ല. ഇത്രത്തോളം അറിഞ്ഞ സ്ഥിതിക്ക് ഞാനായിട്ട് തന്നെ ഇനി ആ ഒരു സത്യം മറച്ചു വെക്കുന്നില്ല. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ ദേവേനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ദേവേനി അന്വേഷിക്കുന്ന ആ ഒരു പെൺകുട്ടി ദേവേൻ്റെ മരുമകൾ നയനമോൾ തന്നെയാണ്. ആ സമയത്ത് ദേവേനിക്ക് ലിവർ തരാൻ മുന്നോട്ട് വന്നത് നയന തന്നെയാണ്. അതുമാത്രമല്ല, ദേവേനിക്ക് വയ്യാണ്ടിരുന്ന സമയത്ത് ദേവേനിക്ക് ബ്ലഡ് തന്നതും ദേവേനിക്ക് ആകെ കോംപ്ലിക്കേഷനായ സമയത്തിന് ലിവർ തന്നതെല്ലാം തന്നെ നയനയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ ഡോക്ടർ. ആ കുട്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശ സ്ഥിതിയിലായിരുന്നു. ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ ലിവർ ഡൊണേറ്റ് ചെയ്യേണ്ട കാര്യം ഞങ്ങൾ എല്ലാവരും പറഞ്ഞതാ. ഞങ്ങൾ എല്ലാവരും തന്നെ ആ കുട്ടിയെ എതിർത്തതാ. എന്നാൽ സ്വന്തം ജീവന് ആപത്ത് പറ്റിയാൽ പോലും തൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറയായിരുന്നു നയന. ദേവേനി ചിന്തിക്കുന്നത് പോലെ തന്നെ ദേവേനി ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മരുമകൾ തന്നെയാണ് ദേവേനിക്ക് ലിവർ തന്നത് എന്ന് പറയാട്ടോ ഡോക്ടർ. എന്നാൽ ഡോക്ടറുടെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ദേവേനി ആകങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട്, ദേവേനിയോട് ഞാനൊരു കാര്യം കൂടെ പറയാം. ആ പെൺകുട്ടി അത്രയും പാവാണ്. അതുകൊണ്ടല്ലേ ആ പെൺകുട്ടി ദേവേനിക്ക് ലിവർ തന്നത്. ആ പെൺകുട്ടിയുടെ ജീവൻ പോകുമെന്നറിഞ്ഞിട്ട് പോലും അമ്മേനെ രക്ഷിക്കാനാണ് ആ പെൺകുട്ടി നോക്കിയത്. പലതവണ നിങ്ങളുടെ മകനും ഭർത്താവും അവളെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചതായിരുന്നു. അപ്പോഴൊക്കെ ആ കുട്ടി പറഞ്ഞത്, അമ്മയുടെ ജീവനാണ് എനിക്ക് വലുത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അമ്മക്കൊന്നും സംഭവിക്കരുത് എന്നായിരുന്നു നയന പറഞ്ഞിരുന്നത്. അത്രയും നല്ല മനസ്സുള്ളൊരു മരുമകളെ കിട്ടിയത് ദേവേൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമല്ലേ എന്നൊക്കെ ചോദിക്കട്ടോ ഡോക്ടർ. ഇനിയെങ്കിലും ആ കുട്ടിയുടെ നല്ല മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദേവേനെ അവളെ സ്നേഹിക്കാൻ നോക്കിയെന്ന് ഡോക്ടർ പറയുന്ന സമയത്തിന് നിറ കണ്ണുകളോടിങ്ങനെ നോക്കി നിൽക്കായിരിക്കട്ടെ ദേവയാനി. സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ദേവേൻ ഇങ്ങനെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ, അപ്പോൾ അവൾ എന്നെ തോൽപ്പിച്ചു അല്ലേ? അവളാണ് എനിക്ക് ലിവർ തന്നത് എന്ന കാര്യം എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അവളെ ഞാൻ ഒത്തിരിയധികം വെറുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് എന്നറിഞ്ഞ മുതൽ ആ വെറുപ്പൊക്കെ അങ്ങ് അലിഞ്ഞുപോയി. എന്താണെങ്കിലും ഇപ്പം തന്നെ എനിക്ക് എൻ്റെ നയനമോളെ കാണണം ഡോക്ടറെ. ഒരുപാട് നന്ദിയുണ്ട് ഈ സത്യങ്ങളെല്ലാം തന്നെ എന്നോട് പറഞ്ഞതിന്. അപ്പോൾ ഡോക്ടർ പറയുന്നത്, സത്യം അധിക കാലമൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല ദേവയാനി. എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലാം മറന്നേക്ക് പുറത്തു വരും. അതിപ്പോൾ എന്നിലൂടെ ആയി എന്ന് മാത്രമെന്നിങ്ങനെ ഡോക്ടർ പറയുന്ന സമയത്തിന് ഡോക്ടറോട് യാത്രയും പറഞ്ഞുകൊണ്ടിട്ട് ദേവേനി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ദേവേനി അവിടെ നിന്ന് നേരെ നയനയുടെ അടുത്തേക്ക് ആയിരിക്കില്ല കേട്ടോ, നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെയായിരിക്കും പോയിരിക്കുന്നത്. സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം കുറ്റബോധം കൊണ്ടിങ്ങനെ ദേവേൻ്റെ മനസ്സിങ്ങനെ നീര് പുകയായിരിക്കും. ദേവേനി തിരിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന സമയത്തിന് ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മ എങ്ങോട്ടായി പോകുന്നത്? അമ്മക്ക് അമ്പലത്തിലേക്ക് പോകണമെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവണ്ടേ? ആരുമില്ലാതെ തനിച്ചാണോ അമ്പലത്തിലേക്കൊക്കെ പോവുക? അമ്മയ്ക്ക് എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുപോവാലോ. അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻ നോക്കി ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദർശ് ഇങ്ങനെ ദേവേനോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ദേവേനെ ഈ ലോകത്തൊന്നും ആയിരിക്കില്ല. ദേവേനയുടെ മനസ്സാകെ ഇങ്ങനെ മരവിച്ചൊരവസ്ഥയിലായിരിക്കും. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നയനമോളെ ഇങ്ങോട്ടേക്ക് തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ദേവേനെ അവിടെ നിന്നും ഡ്രൈവറെ കൂട്ടിക്കൊണ്ട് നേരെ നന്ദാവനത്തിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.